ബഹുമാനപ്പെട്ട സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലെടുക്കണമല്ലോ. അതനുസരിച്ച് തങ്ങൾ ഇന്നലെ ബാക്കി എല്ലാ പരിപാടികളുമൊക്കെ ഒന്ന് മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട്. അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു, സമയം കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്തസത്ത, അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്ന അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ, അത് മുക്കം വയസ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അമിത് വയസ്സിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ, അത് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട്, അതാണ് തങ്ങൾ പറഞ്ഞത്, എന്നോട് പറയലല്ലോ, അത് പൊതുപ്രസ്താവന വന്നതല്ലേ. അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രങ്ങളാരും ഇന്നലെ ഉണ്ടായിരുന്നില്ല, നമ്മളാർക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല. അത് അവർ തന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. അതവർ പറയുകയും ചെയ്തു, അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല, അതാണ് ഉണ്ടായത്. അല്ല, അതെ, അതിപ്പോൾ നമ്മളാവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ, അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ. അതുകൊണ്ടാണല്ലോ അവർ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ്. അതായിരുന്നു ഒരു മിനിറ്റ്, അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല, വേറെ പല കാര്യങ്ങളും പറഞ്ഞു. അല്ല, അതിപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ പറഞ്ഞിരുന്ന വളരെ വസ്തുതാപരമായി ഉള്ളതും സത്യസന്ധമായി ഉണ്ടായതും അതാണ്. അത് അല്ല, അതെ, ഇപ്പോൾ നിങ്ങൾ നിരന്തരം രാവിലെയും വന്നു, നിങ്ങൾ വൈകുന്നേരം വന്നു. അപ്പോൾ അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വസ്തുത അതാണ്. കാരണം സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ വന്നു, അവർ കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ തങ്ങൾക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് എന്നുള്ളത് അവർ രണ്ടാളും പറഞ്ഞു. അല്ല, അത് ഞാൻ ഇനി അതിനെ വ്യാഖ്യാനിക്കേണ്ട വളരെ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണല്ലോ പറഞ്ഞത്. അല്ല, അങ്ങനെ വേറെ ഒരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇന്നലെ ഒരേ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഇത് മാത്രം. അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം, അതിലുള്ള അവരുടെ ഒരു ഖേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങൾ പറയുകയും ബാക്കി ചർച്ചകൾ 23-ാം തീയതിക്ക് ഡേറ്റ് കാണുകയും ചെയ്തു. പിന്നെ അല്ല, എന്തിനാ പിന്നെ നിങ്ങളെ ഭാഷയിൽ എന്നോട് ചോദിക്കുന്നത്? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, അതെ, അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ടെൻറ്റേറ്റീവായിട്ട് ഒരു ഡേറ്റ് 20 അല്ല, ഇനിയിപ്പോൾ പിന്നെ രാവിലെ ജിഫ്രി മുത്തുകോയ തങ്ങളെ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞ മാതിരിയല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു. ഇനി ആ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ മെനക്കെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയാം. അത് സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ, അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത്. തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഒരു പ്രസ്താവന. ഞാൻ ഇത്ര പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പല നിങ്ങൾക്കറിയാലോ നിങ്ങളെ വാക്ക് ഞാൻ കടമെടുക്കൂലല്ലോ. ഞാൻ എൻ്റെ വാക്കേ പറയുള്ളൂ. ഞാൻ അത് ഇതിനൊക്കെ മറുപടി പറഞ്ഞു. അനാവശ്യമായ ആവശ്യത്തിലധികമുള്ള ചോദ്യം ഒരു സംശയവുമില്ല, വളരെ ക്ലിയർ ആയിട്ട് അയക്കണം ഇപ്പോൾ. അല്ല, അതെ, പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൽ ആവശ്യമുള്ളൂ, വസ്തുതാപരമായിട്ട് എന്താണ് എന്നുള്ളത്. ആ വസ്തുതാപരമായി ഇത് ഇങ്ങനെ ഒരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത്
വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും. അതിലിപ്പോൾ അടുത്തുണ്ടായ വിഷയങ്ങളിൽ തങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങൾക്കത് ഖേദമുണ്ട് എന്നുള്ളവർ പറയും. അത് അവർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ മതി, നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷെ അതിന് അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു. കൂടുതൽ ഗുഡ് ബൈ 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 ഗുഡ് ബൈ.